നോമ്പുകാലം രണ്ടാം ശനി. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ശിമയോനെ വിളിക്കുന്നു. മരുഭൂമിയിലെ പരീക്ഷ, സ്വന്തം നാട്ടിലെ അവഗണന. മലയുടെ ശൃംഗത്തിൽ അവനെ തള്ളിയിടാനുള്ള പരിശ്രമമൊക്കെ കഴിഞ്ഞപ്പോൾ നസ്രത്ത് വിട്ട് അവൻ തുറമുഖ നഗരമായ കഫർനാമിലെത്തി. എല്ലാ ഭൂവിഭാഗങ്ങളിലെയും ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ആ ദേശത്ത് വച്ച് ദൈവരാജ്യം പ്രഘോഷിച്ചാൽ അതെല്ലാ നാട്ടിലും എളുപ്പത്തിൽ വ്യാപിക്കപ്പെടും എന്ന ദൈവിക പരിപാലനയുടെ ഭാഗമായിരുന്നു നസ്രത്തുകാർ പ്രദർശിപ്പിച്ച ഈ സങ്കുചിത്തം. ക്രിസ്ത്യാനികളുടെ പീഡാനുഭവത്തിലും തുടർന്നുള്ള പലായനത്തിലും ഇതേ പരിപാലന തന്നെ ഉണ്ടായിരുന്നത്. ഇന്ന് പ്രതിപാദിക്കപ്പെടുന്ന ഗനേസറത്ത് തടാകത്തെ മറ്റു സുവിശേഷങ്ങളിൽ ഗലീലി തടാകം, തിബേരിയസ് തടാകം എന്നൊക്കെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ശിമയോനാണ് ആദ്യ ശിഷ്യൻ, അപ്പസ്തോല സംഘത്തിലെ ഒന്നാമൻ, ആദ്യം സുവിശേഷം പ്രഘോഷിച്ചവൻ. അപ്പസ്തോല പ്രവർത്തനത്തിന്റെ ആദ്യ ലക്ഷ്യം മനുഷ്യരെ സുവിശേഷത്തിലേക്ക് ആനയിക്കുക എന്നതാണ്. മനുഷ്യരെ പിടിക്കുന്നവരാകുക എന്നാണ് ഇതിനെ യേശു വിശേഷിപ്പിക്കുന്നത്. യേശു വചനമായതിനാൽ അവനെ അനുഗമിക്കുന്നവരും വചനമായി തീരും, മറ്റൊരു ക്രിസ്തുവായി തീരും. വചനമാകുക, വചനമേകുക എന്ന ആപ്തവാക്യത്തിന്റെ അർത്ഥം ഇതാണല്ലോ. വചനമാകുക എന്നാൽ യേശുവിന്റെ വചനം പിന്തുടരുക എന്നാണ്. മീൻ പിടിക്കാൻ ഏറ്റവും അനുകൂലമായ സമയമായ രാത്രിയിൽ പരിശ്രമിച്ചിട്ടും അവർക്കൊന്നും കിട്ടിയില്ല. എന്നാൽ പ്രതികൂലമായ പകൽ സമയത്ത് യേശുവിന്റെ വചനം പാലിച്ചപ്പോൾ വല കീറി തുടങ്ങുവോളം മീൻ അവർക്ക് കിട്ടി. വല വലിച്ചു കയറ്റുവാൻ കൂട്ടുകാരെ വിളിക്കേണ്ടി വന്നു. ഈ അനുഭവം ലഭിച്ചവർ മാതാപിതാക്കളെക്കാളും വള്ളവും വലയേക്കാളും യേശുവിനെ വിലമതിക്കും. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലതും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയും ചെയ്യും. ഇത് അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനു വേണ്ടിയാണ്.